ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള കോർപ്പറേഷൻ ഇനി ഭരിക്കാൻ പോകുന്നത് ഒരു വനിതയാണ്. ആ വനിത ഒരു BJP-കാരിയുമാണ്. ഋതു താവ്ഡെ എന്ന് പറയുന്ന വനിത ഇനിമേൽ മുംബൈ മഹാനഗർ കോർപ്പറേഷൻ ഭരിക്കും. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമെന്ന് മാത്രമല്ല, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു കോർപ്പറേഷൻ്റെ 8 ജില്ലകൾ ചേർന്ന ഒരു കോർപ്പറേഷനാണത്. ഒന്നൊന്നര കോർപ്പറേഷനാണ്. അതിൻ്റെ ഭരണം ചുക്കാൻ പിടിക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ 28 വർഷമായിട്ട് താക്കറെ കുടുംബം നടത്തുന്ന ഭരണം, താക്കറെയുടെ യുഗം, അതിന് ഒരു പരിസമാപ്തി കുറിച്ചിരിക്കുന്നു. അവരുടെ കാലത്താണല്ലോ നേരത്തെ കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് മണ്ണിൻ്റെ മക്കൾ വാദം എന്ന കലാപക്കൊടിയുമായി അവർ താക്കറേമാർ രംഗത്ത് വന്നത്. മുംബൈയിലെ ജോലി മറാത്തികൾക്ക് അല്ലാതെ മലയാളികൾക്കല്ല എന്ന് പറഞ്ഞ് തമിഴന്മാരെയും മലയാളികളെയൊക്കെ അടിച്ചോടിച്ചത്. അവിടെ കടകളിൽ ഇരുന്ന് കച്ചവടം ചെയ്തവരും അതുപോലെ തന്നെ വഴികളിലിരുന്ന് കരിക്കിൻ്റെ കച്ചവടം ചെയ്തുമായിട്ടുള്ള മലബാറിൽ നിന്ന് പോയിട്ടുള്ള മലയാളികളെ തലയ്ക്കടിച്ചു കൊന്ന സംഭവങ്ങൾ വരെ ഉണ്ടായി. വളരെ ഭീതിതമായിട്ടൊരു അന്തരീക്ഷവും ഉണ്ടായി. അതിൻ്റെ പാരമ്പര്യത്തിൻ്റെ പതാകവാഹകനാണ് ഇന്നത്തെ ഉദ്ധവ് താക്കറെ. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ തന്നെ ബന്ധുവുമായിട്ടുള്ള അളിയൻ എന്നതിനേക്കാൾ കസിനായിട്ടുള്ള രാജ് താക്കറെയുമായിട്ട് ചേർന്ന് മുംബൈ പിടിച്ചടക്കിക്കൊണ്ട് അവരുടെ യുഗം നിലനിർത്താനൊരു ശ്രമം നടത്തി നോക്കി. അതിനോടൊപ്പം അജിത് പവാറിൻ്റെ NCPയും ഒരു ചെറിയ ശ്രമം പരോക്ഷമായിട്ട് നടത്താൻ നോക്കി. പക്ഷേ അതിനെയൊക്കെ തകർത്തുകൊണ്ട് മഹാഭൂരിപക്ഷത്തോടു കൂടി ആകെയുള്ള 227 അംഗ സഭയിൽ 89 സീറ്റുകൾ ഇതാദ്യമായി പിടിച്ചടക്കിക്കൊണ്ട് BJPയുടെ ബാലികേറ മലയായിട്ടുള്ള ആ കോർപ്പറേഷനിൽ 89 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറി. അവരോടൊപ്പം നിന്ന ശിവസേന ഷിൻഡെ വിഭാഗം, ഏക്നാഥ് ഷിൻഡെ വിഭാഗം ശിവസേന 29 സീറ്റുകൾ നേടി. അങ്ങനെ രണ്ടുപേരും കൂടി ചേർന്ന് അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിട്ടുണ്ട്. ശിവസേനയ്ക്ക് 65 സീറ്റുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഭൂരിപക്ഷം കിട്ടാത്തത് കൊണ്ട് അവർക്ക് ആ താക്കറെ യുഗത്തോട് വിട പറയേണ്ടി വന്നിരിക്കുന്നു, സലാം പറയേണ്ടി വന്നിരിക്കുന്നു. അടിയറവാണത് ശിവസേനയ്ക്കേറ്റ അടിയാണത്, ഒരു സംശയമില്ല. കാരണം മുംബൈ മഹാനിഗം കോർപ്പറേഷൻ്റെ ചുമതലയുണ്ടായിരുന്നു എന്നുള്ള അഹന്തയും അതുപോലെ തന്നെ ധാർഷ്ട്യവുമാണ് അവരെ ഭരണത്തിൽ നിന്ന് പുറത്തായപ്പോഴും ഭരിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ അതിന് ഒരു അന്ത്യം കുറിച്ചിരിക്കുന്നു. തല താഴ്ത്തി നടക്കേണ്ട ഗതികേട് വന്നിരിക്കുന്നു ഉദ്ധവ് താക്കറേക്കും കമ്പനിക്കും, രാജ് താക്കറേക്കും മറ്റും. ഉദ്ധവ് താക്കറെ വിചാരിച്ചത് മുംബൈ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഞാൻ മാത്രമായിരിക്കണം, സീറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നമല്ല, ഭൂരിപക്ഷം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നമല്ല, ഞാൻ ഭരിക്കണം, ഞാനാണിതിൻ്റെ അധികാരി എന്നുള്ള വിചാരത്തോടു കൂടിയായിരുന്നു. അത് കഴിഞ്ഞാൽ എൻ്റെ മകൻ ആകാശ് താക്കറെ. അങ്ങനെ നെഹ്റു കുടുംബത്തിൻ്റേതുപോലെ ഒരു പരമ്പരയായിട്ട് രാജഭരണ തരംഗിണി പോലെ ഒരു തരംഗം സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത്. അമ്പേ BJPയുടെ കയ്യിൽ നിന്നേറ്റ പ്രഹരത്തിൽ ആ ആകാശക്കൊട്ടാരം തകർന്ന് അമ്പിപ്പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. വളരെ നിരാശയുണ്ടാവും. അത് തീർച്ചയായിട്ടും അവർ പണ്ട് തച്ചുകൊന്ന മലയാളികൾക്കും തമിഴന്മാർക്കും തൊലി കറുത്തവർക്കും ഉള്ള കാലം കാത്തുവെച്ച ഒരു കാവ്യനീതിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതിപ്പോൾ ചെറുപ്പക്കാരിയായിട്ടുള്ള നേതാവ് ഋതു താവ്ഡെ ഏകപക്ഷീയമായിട്ടാണ് ഇവരുടെ യോഗം ചേർന്ന്, ഷിൻഡെ വിഭാഗത്തിൻ്റെയും BJPയുടെയും ജയിച്ച കക്ഷികളുടെ യോഗം ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത ബുധനാഴ്ചയാണ് അവർ അധികാരമേൽക്കുക. ഇതുപോലൊരു കോർപ്പറേഷൻ ആയതുകൊണ്ടായിരിക്കാം ഇതിൻ്റെ കാര്യം തീരുമാനമെടുക്കാൻ അല്പം വൈകിയത്. കാരണം ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് ശാശ്വതമായിട്ടുള്ള തീരുമാനമായിരിക്കണമല്ലോ. അതിനിടയ്ക്ക് വലിയ കോലാഹലങ്ങളും ഒച്ചപ്പാടും റൂമറുകളും ഒക്കെ ഉണ്ടാക്കാൻ മാധ്യമങ്ങളും അതുപോലെ ഉദ്ധവ് താക്കറെയും ശ്രമിച്ചു. അതെന്താണെന്ന് വെച്ചാൽ ഷിൻഡെ വിഭാഗത്തിന് മേയർ സ്ഥാനം വേണമെന്നും പറഞ്ഞ്
ആണ് അവരിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ പിണങ്ങും, അങ്ങനെ BJPക്ക് ഇവിടെ ഭരണം കിട്ടില്ല എന്നൊക്കെയുള്ള റൂമർ നമ്മുടെ മാധ്യമങ്ങളുണ്ടല്ലോ, മാപ്പറകൾ. BJPക്ക് ഒരടി കിട്ടുന്നത് കാത്തിരിക്കുന്ന, ഇന്ത്യക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ലെന്ന് കരുതുന്ന മാധ്യമങ്ങൾ സ്വാഭാവികം. അവരങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചു, അങ്ങനെയെങ്കിലും ഒരു ലഡു പൊട്ടിക്കാൻ അവസരം കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ ഷിൻഡെ തൻ്റെ 27 കോർപ്പറേറ്റർമാരെ അല്ലെങ്കിൽ കൗൺസിലർമാരെ മാറ്റി പാർപ്പിച്ചത് എന്തിനെന്നറിയാമോ? കാരണം അന്തം വിട്ട ഉദ്ധവ് താക്കറെ എന്തു വില കൊടുത്തും അവിടെ കോർപ്പറേഷനിൽ സ്ഥാനം നേടണമെന്നുള്ള അത്യാഗ്രഹം മൂത്ത് ഒരു പക്ഷേ ഈ ഷിൻഡെയുടെ ആൾക്കാരെ തട്ടിക്കൊണ്ടുപോകും. ഗുണ്ടായുസം കാണിക്കുന്നതിൽ അതിമിടുക്കന്മാരാണ്, അതറിയാമല്ലോ. കരിക്ക് ചെത്തിക്കൊണ്ടിരുന്ന ആ മുസൽമാന്മാരെ തലയ്ക്കടിച്ചു കൊന്നതാണ്. എന്നിട്ടാണിപ്പോൾ അവർ മുസ്ലിം പ്രീണനത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കൊന്ന ആൾക്കാരാണവർ, ആ പാരമ്പര്യമുള്ളവരാണ്. അവരിവരെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോയിട്ട് അവരെ കൊണ്ട് അവിടെ ഇരുത്തി വോട്ട് ചെയ്യും, അല്ലെങ്കിൽ തട്ടിക്കളയുമെന്ന് പറയും. അത് പേടിച്ചിട്ടാണ് ഷിൻഡെയ്ക്ക് അറിയാം, കുറച്ചു നാൾ ഉദ്ധവ് താക്കറയുടെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട്. അദ്ദേഹം ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളായിരുന്നു. അദ്ദേഹമാണിപ്പോൾ മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രി പദം അലങ്കരിക്കുന്നത്. ഫഡ്നാവിസിനോടൊപ്പം ചേർന്നുകൊണ്ട്, അപ്പോൾ ദേവേന്ദ്ര ഫഡ്നാവിസിനോടൊപ്പം ചേർന്നുകൊണ്ട് മഹാരാഷ്ട്ര ഭരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് തന്ത്രം അറിയാം, കൗശലങ്ങൾ അറിയാം. അവർ രണ്ടും കൂടി ചേർന്ന മുന്നണി താനെയിലും വൻ ഭൂരിപക്ഷം നേടി, പൂനെയിലും വൻ ഭൂരിപക്ഷം നേടി, തകർത്തു തരിപ്പണമാക്കി കോൺഗ്രസിനെയും അവരോട് പക്ഷം ചേർന്ന ഉദ്ധവ് താക്കറെയും. എങ്ങനെയെങ്കിലും തൻ്റെ കുടുംബത്തിന് ഭരണം കിട്ടാൻ വേണ്ടിയിട്ട് കാക്ഷിച്ച കുടുംബ ഭരണത്തിൻ്റെ ഡൈനാസ്റ്റിക് റെയിനിൻ്റെ ആൾക്കാരെ തകർത്തു തരിപ്പണമാക്കിക്കൊണ്ട് സംഹാര നൃത്തം നടത്തി BJPയും ഏകനാഥ് ഷിൻഡെയും ചേർന്ന്. അതിൻ്റെ ഫലമായിട്ടുള്ളൊരു വനിതാ മേയറെ തന്നെ അവിടെ നിയുക്തയാക്കിയിരിക്കുകയാണ്. ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുന്നതോടുകൂടി മുംബൈക്ക് ആദ്യമായിട്ട് ഒരു വനിതാ മേയറെ ലഭിക്കുകയാണ്. ആ വനിതാ മേയറെ ലഭിക്കുന്ന വനിതാ മേയർ എന്ന് പറയുന്നത് താക്കറെ യുഗത്തിൽപ്പെട്ട ശിവസേനയുടെ ആളല്ല എന്നുള്ളത്. എല്ലാം ശിവസേനയാണ്. മുംബൈയിൽ ചെന്നാൽ ശിവസേന എന്ന് നമ്മൾ അന്ന് മുദ്രാവാക്യം മുഴക്കിയിരുന്നു. എപ്പോഴേ മണ്ണിൻ്റെ മക്കൾ വാദം അങ്ങനെ തീയായി കനലായി ആളിക്കത്തിയിരുന്നപ്പോൾ കേരളത്തിൽ CPM ഉയർത്തിയ മുദ്രാവാക്യമാണ് മുംബൈ ചെന്നാൽ ശിവസേന. ഇപ്പോൾ അവരുമായിട്ട് സഖ്യത്തിലാണ് CPM എന്ന് പറഞ്ഞാൽ അവിടെ പോയി ജോലി കിട്ടാൻ സാധ്യതയില്ല, ഞങ്ങൾ എവിടെ പോകും എന്നുള്ള മുദ്രാവാക്യമാണ് CPM എന്ന് മുഴക്കിയത്. അവർ പറയുകയും ചെയ്യും, ബംഗാളിൽ ചെന്നാൽ നക്സൽബാരി, പിന്നെ ഞങ്ങൾ എങ്ങനെ എവിടെ തൊഴിൽ കിട്ടും എന്നുള്ള ചോദ്യം അവരന്ന് ഉന്നയിച്ചിരുന്നതാണ്. ഇപ്പോൾ അവരുമായിട്ട് സഖ്യത്തിലാണ്. എന്തായാലും ആ യുഗത്തിന് കാവ്യാത്മകമായിട്ടുള്ള സർഗാത്മകമായിട്ടുള്ള ഒരന്ത്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ 1997 മുതൽ 2022 വരെയും ശിവസേനയാണ് ഈ കോർപ്പറേഷൻ ഭരിച്ചിരുന്നത്. പക്ഷേ 1982-83 മറാത്തക്കാരനല്ലാത്ത ഒരാൾ ഈ മേയർ പദവിയിൽ ഇരുന്നിരുന്നു. അങ്ങനൊരു പാരമ്പര്യമുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ പേര് പ്രഭാകർ പൈ. ഈ പൈ എന്ന് പറയുന്ന പേര് നമുക്കറിയാവുന്നത് പോലെ ആ സാരസ്വത ബ്രാഹ്മണന്മാരുടെ പേരാണ്. ഗോവയിലും നമ്മുടെ കൊങ്കൺ തീരത്തുമൊക്കെ ധാരാളമായിട്ടുള്ള പൈമാർ, ഷേണായിമാരൊക്കെ ഗൗഡ സാരസ്വത ബ്രാഹ്മണന്മാരായിട്ട്. അങ്ങനെ ഒരാൾ ഒരിക്കൽ മാത്രമേ അവിടെ ഭരിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം ശിവസേനയുടെ കരങ്ങളിലായിരുന്നു മുംബൈയുടെ ഭരണം. കുട്ടിച്ചോറാക്കുകയും ചെയ്തു അവരേറെക്കുറെ. അതിൽ നിന്ന് ഇനിയിപ്പോൾ ഒരു ഉയർച്ച നമ്മുടെ നഗരങ്ങൾ ഇപ്പോൾ ചണ്ഡീഗഡ്, മുംബൈ, തിരുവനന്തപുരം എല്ലാം പിടിച്ചടക്കിക്കൊണ്ട് വലിയ ഒരു നഗര വിപ്ലവത്തിന് അതുവഴി ഇന്ത്യയിലൊട്ടാകെ അവരുടെ ഫുട് പ്രിൻറ്റും താമരകളും വിരിയിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗം കൂടി ഓരം കൂടി ചേരുന്നതാണ് ഈ ഇന്ത്യയുടെ ഗേറ്റ്വേ ആയിട്ടുള്ള മുംബൈയിലെ കോർപ്പറേഷൻ പിടിച്ചടക്കിക്കൊണ്ടുള്ള വളരെ അഭിമാനകരമായ വിജയം BJP നേടിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.